ഇപ്പോൾ കോഴിക്കോടും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കാലിക്കറ്റ് ഷവർമ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് വന്നിരിക്കുന്ന കാലിക്കറ്റ് ഷവർമയിൽ ഫുഡ് കഴിക്കാനാണ്. കാലിക്കറ്റ് കഫ്റ്റ് ഇത്രയും കൂടുതൽ ട്രെൻഡിങ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ അവരുടെ ഫുഡ് തന്നെയാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ മസാല ഷവായാണ് അവരുടെ മെയിൻ. അവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു സാധനവും മസാല ഷവായാണ്. അതിൻ്റെ കൂടെ തന്നെ ഡിപ്പുകളും ഉണ്ട്. ആ ഡിപ്പുകളെല്ലാം നമുക്ക് അവർ പ്ലേറ്റിലായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ മയോണൈസ്, ടൊമാറ്റോ ചട്നി, പിന്നെ ഒന്ന് രണ്ട് ഡിപ്സുകളുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് കൂടാതെ പിക്കിൾസ് ഉണ്ട്, പിന്നെ അലുവ ഉണ്ട്. അലുവൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന്, അതായത് നോർമൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇങ്ങനെയായിട്ടാണ് ഫുഡിൻ്റെ കൂടെ തരുന്നത്. പിന്നെ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഉടനെ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും പോകണ്ട കേട്ടോ. എന്തായാലും 15 മിനിറ്റ് 20 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ മിനിമം നമുക്ക് അത്രയും ടൈം എടുക്കും അവർ ഫുഡ് കിട്ടാൻ. അപ്പോൾ അതുവരെ ഉള്ളിൽ സീറ്റില്ലെങ്കിൽ നമ്മൾ പുറത്ത് വെയിറ്റ് തന്നെ വേണം. ക്ഷമയുള്ളവരെ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ, കാരണം അത്രയും തിരക്കാണ് അവർക്കുള്ളത്. അപ്പോൾ ഇതാണ് ഇവരെ മസാല ഷവായ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുബൂസ് നമുക്ക് എന്ത് ചെയ്യും, മസാല തേച്ചിട്ടാണ് വരുന്നത്. അതായത് പ്ലെയിൻ കുബൂസ് അല്ല വരുന്നത്, മസാല ഡിപ്പ് ചെയ്തിട്ടുള്ള കുബൂസാണ് നമുക്ക് തരാൻ വരുന്നത്. ഇവർ ഷവായനെ ഹൈലൈറ്റ് ആക്കുന്നത് ഷവായൻ്റെ ടേസ്റ്റ് അല്ല ഒരിക്കലും, അതായത് മസാലിൻ്റെ ടേസ്റ്റാണ്. അതായത് ഷവായൻ്റെ മേലെ നമുക്ക് ഒഴിച്ച് വരുന്ന ഒരു മസാലിൻ്റെ ടേസ്റ്റാണ് ഇവർ ഷവായ ഹൈലൈറ്റ് ആക്കുന്നത്. കാരണം എനിക്ക് കഴിക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം അതാണ്. ഇതെൻ്റെ കലാംക. പുള്ളി എന്ന് പറയുമ്പോൾ ഏതൊരു ഫുഡ് കഴിക്കുമ്പോൾ ആസ്വദിച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിനോട് പുള്ളി ഒരിക്കലും അങ്ങനെ കഴിക്കുന്നില്ല. പുള്ളി ഏതൊരു ഫുഡ് കഴിക്കണമെങ്കിലും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കും. കാരണം എവിടെ ഫുഡ് കോഴിക്കോട് അത്യാവശ്യം എല്ലാ ഹോട്ടലിലെ ഫുഡും പുള്ളി പരീക്ഷിക്കുന്നു. ഇതെൻ്റെ വേറൊരു കാശിക്ക. പുള്ളി ഇങ്ങനെ മെല്ലെ കഴിക്കും. അല്ല, ഇതാണ് ദശാവതാരം. എൻ്റെ സ്വന്തം അനിയനെ ഒന്നും പറയാൻ. മച്ചാൻ ഭയങ്കര തഗ്ഗിൻ്റെ ആണ്. ഏതൊരു ഫുഡിൻ്റെ റിവ്യൂ എന്ത് ചോദിച്ചാലും മച്ചാൻ അതിനെ കോമഡി ആയിക്കാണ്. കണ്ടില്ലേ, ഫുഡിന് ടേസ്റ്റ് കൊണ്ടല്ല, ഇങ്ങനെ കാണിക്കുന്നതാണ്. പിന്നെ നമ്മളെവിടെ പോകുമ്പോഴും ഇവനില്ല നമ്മളെവിടെ പോകില്ല. കാരണം ഇവനുണ്ടെങ്കിൽ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും വേണ്ട. ഇവ അടിപൊളിയാണ്. ഇവനുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസം ട്രിപ്പായാലും എന്തായാലും അടിപൊളിയാവും. ഗൈസ്, ആക്ച്വലി ഇതിൻ്റെ നല്ല ക്വാളിറ്റി വൃത്തിയുള്ള വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ഒരു മിസ്സായി. ഇതിപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ഞാൻ സെൻഡാക്കി ചെറുപ്പയിലൊക്കെ. അപ്പം തൽക്കാലം എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണ്ടേ. ഞാനാണ് പിന്നെ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അടുത്ത കേട്ടോ നല്ല അടിപൊളി വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ശരി. ബോസ് എങ്ങനെയുണ്ട് ബോസ്? എങ്ങനെയുണ്ട്? ഇല്ലയോ അറിയോ?